അവർക്ക് ആകെ അറിയുന്നത് വാപ്പ ഉമ്മ എന്ന് വിളിക്കുന്ന രണ്ട് ശബ്ദങ്ങൾ മാത്രമായിരിക്കാം. അവർക്ക് നിർഭാഗ്യം എന്ന് വെക്കാം, അവരുടെ ബാപ്പയുടെ പേര് പോലും അവർക്ക് വിളിക്കാൻ കഴിയുന്നില്ല. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരും അവരുടെ കച്ചവടം നിർത്തിവെക്കുകയും അവരുടെ ഷോപ്പുകൾ അടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലും എനിക്ക് ദുഃഖകരമായ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ചില സ്ഥലങ്ങളിൽ, വിരലിലുണ്ടാവുന്ന ചില സ്ഥലങ്ങളിൽ ഷോപ്പുകൾ ഓപ്പൺ ചെയ്ത് അവരുടെ കച്ചവടവുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ ദിവസം നിങ്ങൾക്ക് അബ്ദുറഹീമിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ സ്ഥലങ്ങളിലും നിങ്ങളുടെ നാടുകളിലും ഈ ഒരു സംഭവം നടക്കില്ല എന്ന് പറയാൻ നിങ്ങൾ കഴിയുമോ? ನಿನ್ನ ದೇಹದಲ್ಲಿ ಹರಿವನೆತ್ತರಲ್ಲಿ ಕೇಳಿಬಿಡು ಯಾವ ಜಾತಿಯೋ. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്. ആ ഒരു സമാനിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കൊലപ്പെടുത്തിയ ആൾക്കറിയില്ല എന്തിനാണ് ഞാൻ കൊന്നത് എന്ന്. ഇനി കൊലപ്പെട്ട ആൾക്കും അറിയില്ല എന്തിനാണ് എന്നെ കൊന്നത് എന്നും അറിയില്ല. ആ ഒരു സമാനിലായിരിക്കും ചിലപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അബ്ദുറഹീം എന്ന് പറയുന്ന 35 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു ചെറുപ്പക്കാരനെ കൊന്ന ആ ഒരു രീതി നിങ്ങളെല്ലാവരും ഇന്നലെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും മറ്റ് ന്യൂസ് ചാനലിലൂടെയും ഒക്കെ നിങ്ങൾ കണ്ടതാണ്. അതിനു മുമ്പും മറ്റൊരു കൊലയും നടന്നിട്ടുണ്ടായിരുന്നു. ഹൈന്ദവ സഹോദരനായ സുഹാസ് ഷെട്ടി എന്ന് പറയുന്ന, അതിനു മുമ്പ് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കൊലപാതകങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ പാവപ്പെട്ടതായ ഒന്നിനും പോകാത്തതായ ആൾക്കാരെയാണ് ഇവിടെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതിന് പിന്നിലുള്ള ആൾക്കാർ സേഫായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇത് കൊല ചെയ്തുകൊണ്ടിരിക്കുന്നതും കൊലപ്പെട്ടുകൊണ്ടിരിക്കുന്നതും പാവപ്പെട്ട അവരുടെ ജീവിതം അവർ നയിച്ചിട്ട് അവരുടെ വീട്ടിൻ്റെ ജോലി അല്ലെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇടുന്നതായ എന്തും അറിയാത്തതായ ആൾക്കാരെയാണ് ഇവിടെ കൊല്ലുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവർ സത്യാവസ്ഥ മനസ്സിലാക്കണം. ഞാൻ അബ്ദുറഹീമിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 35 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. അദ്ദേഹം പള്ളിയുമായിട്ടും അതേപോലെ SKSF-ലും നല്ല സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം പിന്നീട് നോക്കിയിട്ട് ദീനീ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു. അദ്ദേഹവും അതേപോലെ മറ്റൊരു ആൾ, അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് എന്നും കളന്തർ ഷാഫി എന്നും ഇങ്ങനെ പല രീതിയിൽ വരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും ഇവിടെ പറയാൻ കഴിയുന്നില്ല. ഏതായാലും 2 ആൾക്കാർ, അദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ അവർ 2 പേർക്കും ജോലി ഈ മണലെന്ന് വെച്ചാൽ നമ്മുടെ ഭാഷയിൽ കർണാടക ഭാഷയിൽ പൊയ്യ എന്ന് പറയും അല്ലേ, ഈ മണലിൻ്റെ ജോലിയാണ്. പിക്കപ്പ് കൊണ്ടുപോയി എവിടെയോ അതിൻ്റെ ജോലി എടുക്കുന്ന സമയത്താണ് 15 പേര് വന്ന് അവരെ 2 പേരെയും ആക്രമിക്കുന്നത്. നിർഭാഗ്യം എന്ന് വെക്കാം, അല്ലെങ്കിൽ ദുഃഖകരമായ ഒരു സംഭവം എന്ന് വെക്കാം. അബ്ദുറഹീം എന്ന് പറയുന്ന ആ പൊന്നു സഹോദരന് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അതിൽ മറ്റൊരാൾ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ എമർജൻസി ആയിട്ട് നല്ലോണം, അതായത് നല്ല രീതിയിൽ പരിക്കേറ്റിട്ട് അദ്ദേഹം നല്ലൊരു സിറ്റുവേഷനിലാണ് അവിടെ ഇരിക്കുന്നത്. ഗുരുതരമായ ഒരു സംഭവത്തിലാണ് അദ്ദേഹം ഹോസ്പിറ്റലിൽ ഇപ്പോൾ നിലകൊള്ളുന്നത്. അങ്ങനെ ഈ 2 പേരെയും ക്രൂരമായിട്ട് ആക്രമിക്കുകയാണ്. നമ്മുടെ സമൂഹം എവിടെയാണ് എത്തിയത് ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ. ഈ ഒരു സംഭവം നടക്കുന്നത് ഗോൽത്തമജൽ എന്ന് പറയുന്ന മംഗലാപുരത്തുള്ള ഒരു സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്ദുറഹീമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അതിന് താങ്ങാനുള്ള ശേഷി നൽകി അനുഗ്രഹിക്കട്ടെ. ഇവർ അടുത്തായിട്ടാണ് കല്യാണം കഴിച്ചത്. ചില വർഷങ്ങൾ മാത്രമാണ് ആയിട്ടുള്ളത് ഇവർ കല്യാണം കഴിച്ചിട്ട്. ആ ഭാര്യയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ആ കുട്ടികളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അവർക്ക് എന്താണ് ജാതി, എന്താണ് മതം, എന്താണ് പള്ളി, എന്താണ് അമ്പലം എന്നും കൂടി അറിയാത്ത ഒരു ചെറിയ കുട്ടികളാണ്. അവർക്ക് ആകെ അറിയുന്നത് വാപ്പ ഉമ്മ എന്ന് വിളിക്കുന്ന 2 ശബ്ദങ്ങൾ മാത്രമായിരിക്കാം. അവർക്ക് നിർഭാഗ്യം എന്ന് വെക്കാം, അവരുടെ ബാപ്പയുടെ പേര് പോലും അവർക്ക് വിളിക്കാൻ കഴിയുന്നില്ല. ആ വാപ്പ ഇല്ല അല്ലേ, ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. ഇതിനെതിരെ ഇന്നലെ ശക്തമായിട്ട് തന്നെ പ്രതിഷേധമുണ്ടായിരുന്നു, ഇന്നും സ്വയമായിട്ട് സ്വന്തത്തിൽ തന്നെ പല മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരും അവരുടെ കച്ചവടം നിർത്തിവെക്കുകയും അവരുടെ ഷോപ്പുകൾ അടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലും എനിക്ക് ദുഃഖകരമായ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ചില സ്ഥലങ്ങളിൽ, വിരലിലുണ്ടാവുന്ന ചില സ്ഥലങ്ങളിൽ ഷോപ്പുകൾ ഓപ്പൺ ചെയ്ത് അവരുടെ കച്ചവടവുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ ദിവസം നിങ്ങൾക്ക് അബ്ദുറഹീമിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ വീടുകളിലും നിങ്ങളുടെ സ്ഥലങ്ങളിലും നിങ്ങളുടെ നാടുകളിലും ഈ ഒരു സംഭവം നടക്കില്ല എന്ന് പറയാൻ നിങ്ങൾ കഴിയുമോ? ഈ സമയത്ത് നമ്മൾ പ്രതിഷേധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതാര് തന്നെയാവട്ടെ, കഴിഞ്ഞ ഇതിൽ മരണപ്പെട്ട് കഴിഞ്ഞ ഇതിൽ സുഹാസ് എന്ന് പറയുന്ന വ്യക്തിയെ കൊലപ്പെടുത്തി, ഈ ഒരു ഇതിൽ അബ്ദുറഹീം എന്ന് പറയുന്ന ആ വ്യക്തിയെ കൊലപ്പെടുത്തി, ഇനി അടുത്തത് ആരാണെന്ന് അറിയില്ല.
ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാർ നല്ല സേഫായിട്ട് അവർക്ക് വേണ്ടതായ ഗാർഡിയൻസും ബോഡി ഗാർഡും ഒക്കെ വെച്ചിട്ട് അവർ സേഫായിട്ടിരിക്കുകയാണ്, അവർക്കൊരു സംഭവമില്ല. പക്ഷേ ഇവിടെ മരിച്ചു പോകുന്നതും വീണു പോകുന്നതും പാവപ്പെട്ട കുടുംബത്തിൻ്റെ ചില അംഗങ്ങളാണ്. ഇവർ വേണം അവരുടെ വീട്ടിൽ അടുപ്പ് തികയാൻ, അവർക്ക് ചോറുണ്ടാവാൻ. ഇവർ വേണം ജോലിക്ക് പോയിട്ട് പണം സമ്പാദിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ. ഇത്തരത്തിൽ ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഇപ്പോൾ നിലത്ത് വീണുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിയമം മാറണം. നമ്മുടെ ഈ ഒരു ഇന്ത്യ രാജ്യത്തെ അല്ലെങ്കിൽ ഇവർ ഭരണഘടനയുടെ നിയമങ്ങൾ മാറിയാൽ ശരിയാകും. ഇവരെ പിടിച്ചാൽ തന്നെ ഈ ഇപ്പോൾ കൊലപ്പെടുത്തിയത് ആരാണ്, അവരെ പിടിച്ചാൽ തന്നെ ഒരു മാസത്തിനകളോ അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അവരെ ജയിലിൽ നിന്ന് പുറത്താക്കാനുള്ള എല്ലാ വ്യവസ്ഥകളും ചെയ്തു കൊടുക്കും. അങ്ങനെയല്ല, ദുബൈയിൽ നടന്ന ഒരു സംഭവം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. സെയിം പേരുള്ള അബ്ദുറഹീം എന്ന് പറയുന്ന വ്യക്തിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന വ്യക്തിയും കൂടിയാണ്. അദ്ദേഹത്തിന് ചില അബദ്ധം കൊണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സൗദി ദുബൈയിൽ എന്താ വെച്ചാൽ ഒരു കുട്ടി മരണപ്പെടുകയാണ്. അറിയാതെ സംഭവിച്ചു പോയ ഒരു കാര്യമാണ്. അങ്ങനെ അദ്ദേഹത്തിന് 2006 മുതൽ അദ്ദേഹം ജയിലിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തായിട്ടാണ് ആ വിഷയം പുറത്തു വരികയും അദ്ദേഹത്തിന് 20 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് തൂക്കുകയറിലേക്ക് കയറ്റും എന്നുള്ള വിഷയം കൂടി അറിയുന്നത്. മലയാളികൾ ഒന്നടങ്കം നിന്ന്, കർണാടകവും അതേപോലെ പല സ്റ്റേറ്റിലുള്ള ആൾക്കാർ ഒന്നടങ്കം നിന്ന് അവരുടെ കുടുംബത്തിന് സാന്ത്വനം എന്ന രീതിയിൽ 34 കോടി രൂപ എല്ലാവരും പിരിയിപ്പിക്കുകയും ഒരു വലിയൊരു ക്രൗഡ് ഫണ്ട് ഉണ്ടാക്കുകയും ആ ഒരു കുടുംബത്തിന് കൊടുക്കുകയും തൂക്കുകയറിലേക്ക് പോകുന്ന ആ ഒരു സംഭവം അവിടെ നിർത്തിവെക്കുകയും ഇന്നലെ മിഞ്ഞാന്ന് ഒരു കോർട്ടിൻ്റെ ഒരു നിയമം വന്നു. അതായത് 8 സിറ്റിംഗ് കഴിഞ്ഞിട്ടാണ് അബ്ദുറഹീമിൻ്റെ വിഷയത്തിൽ ഒരു തീരുമാനം വരുന്നത്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് 20 കൊല്ലത്തെ ആ ഒരു തടവ് അല്ലെങ്കിൽ ശിക്ഷ വിധിച്ചതിന് ശേഷമേ കോടതി പുറത്ത് വിടുകയുള്ളൂ എന്ന് നിയമം വരികയാണ്. ഇനി അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റുന്നത് 2026 ഇതുപോലെയുള്ള കടുക്കായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിയമങ്ങളാണ് നമ്മുടെ ഈ ഒരു രാജ്യത്തിൽ വരേണ്ടത്. അത് വന്നാൽ ഇങ്ങനത്തെ കൊലപാതകങ്ങൾ നിന്നു പോകും എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട. അത്തരത്തിലുള്ള നിയമങ്ങളാണ് നമ്മുടെ ഭരണഘടനയിൽ വരേണ്ടത്. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നില്ലേ? ചിന്തിക്കുക, നല്ലോണം ചിന്തിക്കുക. ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹോസ്പിറ്റലിലുള്ളതായ ആ സഹോദരന് പെട്ടെന്ന് ഷിഫാ നൽകുകയും ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ അല്ലാഹു തൗഫീക്ക് നൽകുകയും ചെയ്യട്ടെ. മരണപ്പെട്ടു പോയ ആ ഒരു വ്യക്തിക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അബ്ദുറഹീമിൻ്റെ കുടുംബത്തിന് അല്ലാഹു അതിനെ താങ്ങാനുള്ള ശേഷി അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റഹീമീൻ. ശക്തമായി തന്നെ ഇതിലേക്ക് ഇറങ്ങുക. എന്താണ് ഇതിൻ്റെ പിന്നിൽ, ആരാണ്, അതിനെ പെട്ടെന്ന് തന്നെ പോലീസിന് പിടികൂടാനും അവർക്ക് വേണ്ടതായ ശിക്ഷ നൽകാനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ വളരെ ദുഃഖത്തോടു കൂടി ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.